നമസ്കാരം. ഇത് ഞങ്ങൾ ചെർപ്പളശ്ശേരി കാറൽമണ്ണ, അതായത് പാലക്കാടുള്ള ചെർപ്പളശ്ശേരിയിലെ കാറൽമണ്ണയിലുള്ള മേലെടുത്ത് നമ്മുടെ തറവാട്ടിലേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഏട്ടൻ്റെ ഇല്ലത്തേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിൽ ട്രൈപോഡ് ഒന്നുമില്ല. ഞാൻ എൻ്റെ സാധാരണ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാ പോരായ്മകളും പരിമിതികളും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതായത് വെയിൽ വരുമ്പോൾ ഒരുപാട് വെളിച്ച കൂടുതലും ഇല്ലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുന്ന സമയത്ത് ഇരുട്ടും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഷേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് എനിക്കിതൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കാനായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഇത് നല്ല ഭംഗിയിൽ വളരെ മനോഹരമായിട്ട് ഉണ്ണിയുടെ ചോറുണ്ട സമയത്ത് പ്രൊഫഷണലായിട്ട് ക്യാമറയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ ചാനലിൽ കിടക്കണമുണ്ട് കേട്ടോ. അതിൽ അത്യാവശ്യം കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അപ്പന്മാരും അതുപോലെ ഏട്ടമ്മമാരും വല്യമ്മമാരും ഏട്ടന്മാരും എല്ലാവരും കൂടിയിട്ടാണ് അന്ന് ചോറുകൊണ്ട് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമുക്കിവിടെ ഷൂട്ട് ചെയ്യണ സമയത്ത് അവരാരും ഇല്ല. എല്ലാവരും ഓരോരോ തിരക്കുകളായിട്ട് മുഴുവൻ ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇതുപോലെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെക്കേഷൻ കാലം ആവുമ്പോൾ നമുക്ക് പല പല പ്ലാനിങ്ങുകൾ ഉണ്ടാവും, പല പല യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ കുഞ്ഞു മനസ്സുകളിൽ മുട്ടിട്ട ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് നിറം പകരാൻ ഇതുപോലെ തറവാട്ടിലൊക്കെ ഒന്ന് പോവുക, അല്ലെങ്കിൽ നാലുകെട്ട് തൊടി കൂടെയും പറമ്പ് കൂടെയും ഒക്കെ നടക്കുക. അപ്പോൾ ഒരുപാട് ആലോചനകൾക്കും അഭിപ്രായങ്ങൾക്കും പ്ലാനിങ്ങുകൾക്കും ശേഷം നടത്തുന്ന ആ ഒരു യാത്രയെക്കാളൊക്കെ വളരെ മനോഹരമായിരിക്കും ഇതുപോലെ. ഒരുപാട് മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു ദിവസമായിരുന്നു കുട്ടികൾക്ക്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ വേനലവധി ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അതിൽ തറവാട്ട് കുളം, ആ കുളത്തിലുള്ള കുളിയും നീന്തിക്കുളിയും ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ ധാരാളം വേനലവധി ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് മാമ്പഴക്കാലം, കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ, അതുപോലെ കളികൾ, ഇതൊക്കെ ഗൃഹാതുരത്വം ഉണർത്തുന്ന അനുഭവങ്ങളാണ്. അവധി തുടങ്ങുമ്പോൾ തന്നെ തറവാട്ടിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ മാവി കയറിയുള്ള മാങ്ങ പറിക്കല്, പട്ടം പറത്തല്, വൈകുന്നേരങ്ങളിലെ ക്രിക്കറ്റ്, ഫുട്ബോൾ കളി, ഇതൊക്കെ കുട്ടിക്കാലത്തിന്റെ മനോഹരമായിട്ടുള്ള ഭാഗമാണ്. പറ്റുന്നത് പോലെയൊക്കെ പൂമുഖവും അതുപോലെ നടുമുറ്റവും തെക്കിനെയും വടക്കിനെയും അവിടെയുള്ള ഭസ്മക്കോട്ടയും പടുത്ത കിണറും അടുക്കള കിണറും ശ്രീലാഗവും ഒക്കെ പറ്റുന്നത് പോലെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഇരുട്ടായതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അത്യാവശ്യം ലൈറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്. തട്ടും പുറത്തേക്കുള്ള ഭാഗങ്ങളും ഒന്നും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ശരിക്ക് വേനൽ അവധി എന്ന് പറഞ്ഞിട്ട് സർക്കാർ കൊടുക്കുന്നത് തന്നെ ഒരു നീണ്ട ഒരു 10 മാസത്തോളം ആ ഒരു പഠനത്തിന് ശേഷം ആ പഠനഭാരം ഒന്ന് ഇറക്കി വെച്ച് കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനും വിശ്രമിക്കാനും ഒക്കെ അവധിക്കാലം ആനന്ദകരമാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. പ്രത്യേകിച്ച് ഇപ്പൊ CBSE സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമ്മർ ക്യാമ്പ് എന്ന് പറയണ അതൊരു ഒഴിച്ചുകൂടാനാവാത്ത
ഒന്നാണ്. സമ്മർ ക്യാമ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സമ്മർ ക്യാമ്പിന് വിടുക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു കാര്യം പോലെയാണ് നമ്മൾ കണക്കാക്കണേ. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇപ്പൊ വിടാം, നമുക്ക് പോകണം എന്ന് നിർബന്ധമുള്ളതാണെങ്കിൽ പോവാം. പക്ഷെ അതിന്റെ കൂടെ വേനൽ അവധിക്ക് അവരുടെ ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൂടി ഇല്ലാതാക്കുകയാണ് ഇത്തരം ക്യാമ്പുകളൊക്കെ ചെയ്യണത്. അപ്പൊ ക്യാമ്പിന് പോവുകയാണെങ്കിലും ഇതുപോലുള്ള ചെറിയ യാത്രകള്, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് അവരെ കളിക്കാനും ഒക്കെ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും വിഷമത്തോടു കൂടി മാത്രം ഓർക്കുന്നതായിരിക്കും നമ്മുടെ കുട്ടിക്കാലം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാല ഓർമ്മകൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് പെട്ടെന്നല്ല ഒട്ടും തന്നെ കണക്ട് ആവാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ മണ്ണിലും ചേറിലും ഒന്നും ഇറങ്ങി കളിക്കണില്ല, തറവാട്ട് മുറ്റത്ത് ഓടിക്കളിക്കണില്ല, കുളത്തിലിറങ്ങി കുളിക്കണില്ല. അപ്പൊ ഇതൊക്കെ ഇവർക്ക് കേൾക്കുമ്പോ അത് അത്രമാത്രം എന്താ പറയാ പ്രാധാന്യം ഉള്ളതാണെന്ന് അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് അവർ അനുഭവിച്ചറിയുമ്പോഴാണ് അവർക്ക് അതിന്റെ ആ ഒരു രസം മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ മാതാപിതാക്കൾ തന്നെ മുൻകൈ എടുക്കണം. കുട്ടികൾക്ക് അവധിക്കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാല്യകാലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയാ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കാനുള്ള ഒരു നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതായിരിക്കണം അവരുടെ കുട്ടിക്കാലം. അതിന് നമ്മൾ കൂടി വിചാരിച്ചാൽ മാത്രമേ സാധ്യമുള്ളൂ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പണ്ടൊക്കെ വേനലവധി തുടങ്ങുമ്പോൾ തന്നെ മാമ്പഴക്കാലം തുടങ്ങും. അതുകൊണ്ട് തന്നെ അന്നൊക്കെ എല്ലാവർക്കും മാമ്പഴത്തിന്റെ മണാണ്. മാമ്പഴം മാത്രമല്ല കേട്ടോ, ചക്കയും സപ്പോട്ടയും കൈത്തച്ചക്കയും ധാരാളം പഴുത്ത് കിടക്കുന്ന ഒരു കാലാണ്. ഇന്നൊക്കെ കുട്ടികൾക്ക് മാമ്പഴം ലേശം കയ്യിലോ മേത്തൊക്കെ ആവുക, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഷേപ്പായിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാതെ കടിച്ചു കഴിക്കാന്നൊക്കെ പറഞ്ഞാലൊന്നും അവർക്കതൊന്നും ഇഷ്ടമല്ല. പണ്ട് നമ്മളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് നമുക്ക് എല്ലാവർക്കും കൂട്ടുകൂടിയിരുന്ന് ധാരാളം വീണ് കിട്ടുന്ന പഴുത്ത മാങ്ങകൾ കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വർഷം മുഴുവൻ മാങ്ങ കിട്ടുന്ന മാവൻ തൈക്കൾ നമ്മുടെ തൊടിയിലുണ്ടായിരുന്നു. എല്ലാ പ്രായത്തിലുള്ള മാങ്ങകൾ അതിൽ എന്നും ഉണ്ടായിരിക്കും. ചിലപ്പോൾ മുറ്റത്ത് പന്തലിട്ടതുപോലെ മൂവാണ്ടനോ ചന്ദ്രക്കാരനോ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ വളരെയധികം ആസ്വദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളിലെ അത് ആസ്വദിക്കാനായിട്ട് പഠിപ്പിക്കുക. നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് അവരും അത് ചെയ്യുക. അപ്പൊ കുട്ടികളെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും മണ്ണിനെയും മനുഷ്യരെയും സ്നേഹിക്കാനും പഠിപ്പിക്കുക. നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പറ്റൂട്ടോ. അപ്പോൾ പറ്റുന്നത് പോലെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം നമ്മൾ മൊബൈലിൽ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.